ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഏട്ടൻ ചെണ്ട എടുത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഏട്ടന് ഓർമ്മ വന്നത് ചെണ്ടൻ്റെ ആവശ്യമില്ലയെന്ന്. അപ്പോൾ മോനോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് ചെണ്ട കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വരവാണ്. അല്ലാതെ എൻ്റെ കുട്ടിയെ പണിക്ക് വിട്ടയച്ചതൊന്നുമല്ല, കൊട്ടിന് വിട്ടയച്ചതൊന്നുമല്ല. സ്ഥിരമായിട്ട് അവൻ ഇങ്ങനെ എടുത്ത് ആമക്കുട്ടിയെ പോലെ നടക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെണ്ട എടുത്തിട്ട് നടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആമക്കുട്ടി നടന്ന് വരുന്ന പോലെ ഉണ്ടാവും. ഇറക്കുകയാണെങ്കിലും അവൻ ചുമര് ചാരി നിന്ന് അതിനൊരു മെത്തേഡിൽ ഇറക്കാറുള്ളൂ. വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആരും സ്കിപ്പ് ചെയ്യരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി. പുതുതായി ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇത് രാവിലത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. അതായത് മോനെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് നേരത്തെ പരിപാടി, അല്ലാതെ ഒരു ഫുൾ ഡേ വീഡിയോ അല്ല അത്. രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇന്ന് മാവേലിക്കും റേഷൻ കടയ്ക്കും പോകാനുണ്ടായിരുന്നു. ഈ മാസം അവസാനമായി. ഇനി ഏട്ടനെ കാത്തിരുന്ന, സാധാരണ ഏട്ടനാണ് ഉണ്ടാകാറ്, ഞാനല്ല. ഏട്ടൻ പോയി വാങ്ങാം, എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കൊട്ടിൻ്റെ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയി എന്ന് മാത്രം. റേഷൻ കടയിൽ പോയി, റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങി. കാരണം ഈ മാസം അവസാനമല്ലേ, അതുകൊണ്ട്. സ്ഥിരമായിട്ട് ഈ റേഷൻ കടയ്ക്കല്ല കേട്ടോ വരാറ്. ഞങ്ങൾ വേറെ ഒരു റേഷൻ കടയ്ക്കാണ് പോകാറ്. ഒന്നില്ലെങ്കിൽ ഏട്ടന് നേരമില്ലാത്ത ദിവസങ്ങളിൽ, ഇല്ലെങ്കിൽ ഏട്ടനില്ലാത്തപ്പോൾ. അപ്പോൾ എനിക്ക് ദൂരെ പോകാൻ പറ്റാത്ത ഒരു ഇതിൽ വേറെ എവിടേക്ക് പോകുകയാണെങ്കിൽ നടന്നു പോകണം. ഈ റേഷൻ കടയും സ്കൂളും മാവേലി സ്റ്റോറും ഞങ്ങൾക്ക് ഒരു ലൈനിൽ തന്നെ ഒരു 100 മീറ്ററിൻ്റെ 100 മീറ്ററില്ല, 100 മീറ്ററിൻ്റെ ഉള്ളിൽ, അത്രേ ഉള്ളൂ. ഒരേ നീളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. ആവശ്യമുള്ള അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റോട്ടിലേക്ക് കയറിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം സമയമെടുത്തിരുന്നു. അവിടുന്ന് അരിയും ഇതൊക്കെ വാങ്ങി. കൂടുതലും പച്ചരി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോകാറ്. പച്ചരിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചോറ് കമ്മിയാണ്, എനിക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കഴിഞ്ഞിട്ട് മാവേലിയിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതൊക്കെ കേടുവന്ന സാധനങ്ങൾ. അത് കാരണം 2 മാസമായിട്ട് മാവേലിക്ക് വരാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വാങ്ങിയതൊക്കെ കുറേശ്ശേ വാങ്ങിയുള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും വാങ്ങിയില്ല. കുറേശ്ശെ സാധനങ്ങളെ വാങ്ങിയുള്ളൂ. കാരണം അരേശ്ശേ വാങ്ങിയുള്ളൂ. സാധാരണ ഞാൻ 2 കാർഡിലും കൂടി വാങ്ങാറുണ്ട്. ഒരു കാർഡിലല്ല, 2 കാർഡിൽ വാങ്ങിയിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഒന്നാമത് മാവേലിയിൽ ഈ മാസം ഉണ്ടെങ്കിൽ അടുത്ത മാസം ഉണ്ടാകാറില്ല. പോണ വഴിയാണ്, പോയി വന്ന് ആ സാധനം ഞാൻ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി.